Episode 149. Hi friends, online fabrication മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂം ലൂവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് സെക്ഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പേസിലാണ് നമുക്ക് ലൂവർ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മളിപ്പോൾ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിതിൻ്റെ വീതി വന്നിട്ട് 29.75 വീതി വരുന്നത്. അതേപോലെ തന്നെ ഹൈറ്റ് 24 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റും വരുന്നത്. നമ്മളിതിൽ അൾജീരിയ ഓപ്പൺ വിൻഡോൻ്റെ ഔട്ടർ സെക്ഷൻ വെച്ചിട്ടാണ് ലൂവർ ചെയ്തെടുക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. നമ്മളിതിൽ ആദ്യം ഡിഗ്രിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 45 ഡിഗ്രിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഒരു ഈസി ആയിട്ട് ലൂവർ ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ലൂവർ അടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ലൂവർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിൽ കാണിച്ചു തരുന്നത്. ഇതിൽ അതേപോലെ തന്നെ നമുക്ക് ലൂവർ സെക്ഷൻ വാങ്ങാൻ കിട്ടും. അതും കൊണ്ടും വേണമെങ്കിൽ ലൂവർ അടിക്കാം. പക്ഷേ നമുക്കിത് നമ്മളിപ്പോൾ ഈ വീട്ടിലെല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. അൾജീരിയൻ്റെ ഓപ്പൺ വിൻഡോ വർക്കാണ് ഈ വീട്ടിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ബാലൻസ് മെറ്റീരിയൽ വന്നപ്പോൾ നമ്മളിങ്ങനെ ലൂവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 1 ഇഞ്ച് ക്ലീറ്റ് വെച്ചിട്ടാണ് നമ്മളിതിൽ ജോയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ അരക്കാറ് സ്ക്രൂ ആണ് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത്. 1/8 ബിറ്റ് ഇട്ടിട്ട് അരക്കാറ് സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലീറ്റ് വെക്കൽ കഴിഞ്ഞു. നമ്മൾ ജോയിൻ്റ് അടിച്ചെടുക്കണം. അതിന് നമ്മൾ സെൽഫ് സ്ക്രൂ ആണ് ജോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് തന്നെ സെൽഫ് സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് സേലത്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളെ വീഡിയോ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ആരും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കമൻറ്റും ലൈക്കൊക്കെ വളരെ കമ്മിയാണ്. വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ തന്നെ മറക്കാണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളത് ഔട്ടർ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഔട്ടർ ഫ്രെയിം നമ്മളിതിൽ എല്ലാങ്കിളാണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് എല്ലാങ്കിൾ അടിച്ചു കൊടുക്കുന്നത്. 1 ഇഞ്ചിൻ്റെ എല്ലാങ്കിളാണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് നമ്മൾ ഒരു സൈഡ് വന്നിട്ട് നമ്മൾ ഡിഗ്രി കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കറക്റ്റ് ഒരു പീസ് കട്ട് ചെയ്ത് ആദ്യം ഇതിൻ്റെ തോത് നോക്കി 4 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഗ്ലാസിൻ്റെ പീസ് വെക്കാനുള്ളത് 4 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഒരു പീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ അളവിൽ തന്നെ നമുക്ക് എല്ലാ പീസും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ലെഫ്റ്റും റൈറ്റും നോക്കണം. നമ്മൾ ഒരു 7 ഗ്ലാസ്സാണ് ഇതിൽ പീസ് ഗ്ലാസ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 7 പീസ് നമ്മൾ ഈ അളവിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റിലേക്ക് തിരിയുമ്പോൾ അതും ഒരു 7 പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ വെച്ചിട്ട് നേരെ അരക്കാറ് സ്ക്രൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അരക്കാറ് സ്ക്രൂ 2 അരക്കാറ് സ്ക്രൂ ആണ് ഇതിൽ ചെയ്യുന്നത്. നമുക്ക് ഹോൾഡിട്ടും ചെയ്യാൻ. അപ്പോൾ ഡയറക്റ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് സെൽഫ് സ്ക്രൂ ആണ്. നമ്മുടെ സാധാ സ്ക്രൂ ആണെങ്കിൽ ഇതിൽ കയറില്ല. ഈ മെറ്റീരിയൽ കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിടണം. ആ മാർക്കിങ്ങിലാണ് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ചെരുവ് പോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പീസായിട്ട് നമുക്കിതിലിങ്ങനെ
വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു സൈഡ് മാത്രം വെക്കുന്നതാണ് കാണിക്കുന്നുള്ളത്, ഫുള്ളായിട്ടും കാണിക്കുന്നില്ല, ഒരുപാട് വീഡിയോ ലെങ്ത് ആണ്ടാവണ്ടിട്ടാണ് ഇത്. നമ്മളിപ്പോൾ ഒരു ലൈനിൽ 7 എണ്ണമാണ് ഇത് വരുന്നത്. നമ്മളിപ്പോൾ ഒരു 6 അടിച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ളത് അടിച്ചു കൊടുക്കണം. അത് നമുക്ക് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ഇതിലിപ്പോൾ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഗ്ലാസ് അളവും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു. ഇതിലൊരു നമുക്കൊരു 4 ഫ്രീ ഹോളും കൂടി ഇട്ട് കൊടുക്കണം. ചുമര് ഫിറ്റ് ചെയ്യാനുള്ളത് അവിടെ സൈറ്റിൽ പോയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളൊരു 4 ഫ്രീ ഹോളും കൂടി അടിച്ചെടുക്കണം നമുക്ക്. നമ്മൾ 4 ഇഞ്ച് ബിറ്റിട്ടിട്ടാണ് ഫ്രീ ഹോൾ അടിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ടോപ്പിലത്തെ ഗ്ലാസ് ഒന്ന് ഇട്ടിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് ആ ടോപ്പിലത്തെ ഗ്ലാസ് ഇതിലിടാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പിലത്തെ ഗ്ലാസ് ഇട്ടതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ഹോളിടുന്നതൊന്നും കാണിക്കുന്നില്ല. ഒരു 4 ഹോളാണ് ഇട്ട് സ്ക്രൂ ചെയ്യുന്നത്. നമ്മൾ സ്റ്റീൽ സ്ക്രൂ ആണ് സ്ക്രൂ ചെയ്യുന്നത്. ഇതിൽ ചുമരിലേക്ക് ഇൽട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ സിലിക്കോൺ ഇട്ട് ഫില്ല് ചെയ്ത് വിടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിമ്പിൾ വർക്കാണ്. ഇതിനെയും കാട്ടി സിമ്പിളായിട്ട് ചെയ്യാൻ അറിയുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണിത്. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ആംഗിൾ വെച്ചിട്ടാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനെയും കാട്ടി സിമ്പിളായിട്ട് നമുക്ക് ചെറിയ ചാനലുണ്ട്. ചാനൽ വെച്ച് 2 കൊന്നരയിൽ അടിച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതിന് ചിലവ് കുറവായിരിക്കും. ഇത് കുറച്ച് ചിലവ് കൂടുതലായിരിക്കും ഇതിന്. പക്ഷെ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും ഇത്. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾക്കൊന്ന് എത്തിക്കണം എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആക്കിയിട്ടുള്ളത്. നമ്മൾ അതിലും ഡിസൈൻ ഗ്ലാസ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ബാക്കിയുള്ള വിൻഡോസിനൊക്കെ ഡിസൈൻ ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അൾജീരിയ ഓപ്പൺ വിൻഡോൻ്റെ ഫുള്ളൊരു മേക്കിംഗ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അടുത്തന്നെ നമുക്ക് ആ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളൊന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.